കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അവസാനം രാജ്യതലസ്ഥാനത്ത് മെസ്സി എത്തിയത്. 4 നഗരങ്ങളിലൂടെയുള്ള തന്റെ ഇന്ത്യൻ പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിനായാണ് ലയണൽ മെസ്സി ഇപ്പോൾ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച അടക്കം നിശ്ചയിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജോർദാനിലേക്ക് പോകുകയും പുകമഞ്ഞ് രൂപപ്പെട്ടതിനെ തുടർന്ന് വിമാനം അടക്കം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് എല്ലാ പരിപാടികളും അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ തന്നെ നടത്തുന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ എന്തായാലും അവസാനം ഇപ്പോൾ മെസ്സി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ കരസേന മേധാവി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള പ്രമുഖരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ മെസ്സി വ്യക്തമാക്കിയിരുന്നു. മെസ്സിയുടെ അടുത്ത വൃത്തങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പുകമഞ്ഞ് ഒപ്പം തന്നെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി ഇവിടെ നിന്ന് പോയതിന്റെ പശ്ചാത്തലത്തിലാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മാത്രം പരിപാടികൾ നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അല്പസമയം മുമ്പാണ് ലയണൽ മെസ്സി എത്തിയിരിക്കുന്നത്. അനുജ, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിനുള്ള സ്വീകരണം? വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിച്ചേരുമെന്നൊക്കെ ആയിരുന്നല്ലോ നേരത്തെ വാർത്ത. അങ്ങനെ വലിയ സ്വീകരണമാണോ അദ്ദേഹത്തിന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ലഭിച്ചത്? അഭിനന്ദ്. അതിന് തീർച്ചയായിട്ടും നേരത്തെ അങ്ങനെ സച്ചിൻ തെണ്ടുൽക്കർ അടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങൾ മെസ്സിയെ വരവേൽക്കുവാൻ വേണ്ടി ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അത്തരത്തിലേക്കുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ. വലിയൊരു സ്വീകരണമാണ് ഡൽഹിയിൽ അദ്ദേഹത്തിന് ഒരുക്കിയത്. കൊൽക്കത്തയിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഇവിടെ ഉണ്ടാകുമെന്ന് ആരാധകർക്കടക്കം ഡൽഹി സർക്കാർ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനെയൊക്കെ പശ്ചാത്തലത്തിൽ മറ്റൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും ഡൽഹി സർക്കാർ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. 2:45 കൂടിയാണ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. 10:45 ഡൽഹിയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന മെസ്സി ചില സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, പിന്നീട് പ്രഫുൽ പട്ടേൽ എംപിയുടെ വീട്ടിൽ കരസേന മേധാവി അടക്കമുള്ള ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഡൽഹിയിലെ പുകമഞ്ഞ് ഒപ്പം തന്നെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ പ്രധാനമന്ത്രി അടക്കം പോയ പശ്ചാത്തലത്തിൽ നേരിട്ട് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേക്ക് എത്തിയതായിരുന്നു. എന്തായാലും ആരാധകർ വലിയ ആവശ്യത്തിലായിരുന്നു. ഈ 3 സ്ഥലങ്ങൾ സന്ദർശനത്തിന് ശേഷം ഡൽഹിയിലെത്തിയ മെസ്സിയെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ ഇപ്പോഴും അവിടേക്ക് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.